പേര് ലൂസി, കുറ്റിക്കാട് ഇടവകയെന്ന് വരുന്നു. എനിക്ക് 22 വർഷമായിട്ട് തലയിൽ തലവേദന, തല കഴക്കിൽ, പറയാൻ പറ്റാത്ത അസ്വസ്ഥതകളായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു, പലവിധ സ്കാനുകളൊക്കെ ചെയ്തു. 22 വർഷമായിട്ട് ഞാൻ ഭയങ്കരമായ നിരാശയിലുള്ള ഒരു ജീവിതമായിരുന്നു. എൻ്റെ മക്കളെ പോലും എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശരിക്കും. അങ്ങനെ ഞാൻ പല മരുന്നുകളും കഴിക്കും. പക്ഷേ എനിക്കിത് വരുമ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് ഓടും. ഞാൻ ഡോക്ടർ സ്ഥിരമായിട്ടൊരു ഡോക്ടറുണ്ട്, ആളോട് ചെന്ന് പറയും എൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഡോക്ടറെ എന്ന് പറയുമ്പോൾ ആൾ എനിക്ക് അതിനുള്ള ഒരു മരുന്ന് തരും. 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കുറയും. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ 2025 നവംബർ മാസം ആദ്യ ആഴ്ചയിൽ ഏകദിന കൺവെൻഷന് വന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, 8 ആളുടെ തലയിലെ പലവിധ അസ്വസ്ഥതകൾ മാറ്റി കൊടുക്കണമെന്ന്. ഞാൻ അതിലൊരാളാണെന്ന് വിശ്വസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് തുടങ്ങി ഈ നിമിഷം വരെ എനിക്ക് അങ്ങനത്തെ അസുഖങ്ങളില്ല. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ 22 വർഷമായിട്ടുള്ള രോഗം നവംബറിൽ ആദ്യമായിട്ട് ഇവിടെ വൺഡേ കൺവെൻഷന് വന്നപ്പോൾ അതേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തല സംബന്ധമായ രോഗങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി തല സംബന്ധമായ അപ്പോൾ ചേച്ചിക്ക് എന്തിട്ട് തോന്നണം? അപ്പോൾ എനിക്ക് തല കഴക്കും, തല തളർച്ച, ഇങ്ങനെ തല തേങ്ങി പോവാൻ്റെ. അപ്പം ഞാൻ വീട്ടിൽ അവരോട് പറയും, പക്ഷെ പണിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരു ഭയങ്കര സഹനത്തിൽ കൂടെ ഇങ്ങനെ ജീവിച്ചു പോകാറുണ്ട്. 22 വർഷമായിട്ട്. എൻ്റെ മോന് 24 വയസ്സായി, 2 വയസ്സുള്ളപ്പോൾ കൊച്ചങ്ങനെ പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റിയില്ല. അതുപോലെ ഞാൻ എപ്പോഴും ഇങ്ങനെ കരയും. എനിക്ക് വിഷമം വരുമ്പോൾ അതോടുകൂടി ആ രോഗം മാറി. ഇപ്പൊ 3 മാസമായിട്ട് പിന്നെ ആ രോഗം ഉണ്ടായിട്ട് നവംബർ തുടങ്ങി, അന്ന് തുടങ്ങി എനിക്ക് ഇന്ന് വരെ ഇല്ല. ഞാൻ വീട്ടിൽ പറയാറില്ല ഈ അസുഖത്തെ പറ്റി. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കാലുമ്മ ഭയങ്കര വേദന, കാല് മീൻ കച്ചവടം, ആളിങ്ങനെ തൊങ്കി പോവുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്തി. അങ്ങനെ നടത്തി കഴിഞ്ഞപ്പോൾ എല്ല് വളരണമെന്നാണ് ആള് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഞാൻ ഇവിടുത്തെ വെഞ്ചിരിച്ച ഒലിവ് ഓയിലും തേനും ഉപ്പും എല്ലാം വാങ്ങി കൊണ്ടുപോയിട്ടുണ്ടായി. അത് ഞാൻ വിശ്വാസത്തോടു കൂടി വിശ്വാസ പ്രമാണം ചൊല്ലി ആളുടെ കാലും ഇങ്ങനെ പുരട്ടി കൊടുക്കും. അങ്ങനെ ഇപ്പം 3 മാസമായിട്ട് ഞാൻ ചോദിക്കുമ്പോൾ ആള് പറയും വേദനയില്ല, വേദന. ഇന്നും ചോദിച്ചു, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ആൾക്ക് ഇവിടെ വരാൻ മടിയായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പൊ നടക്കണില്ല, ഇപ്പൊ ഒരു കുഴപ്പമില്ല ആൾക്ക്. പിന്നെ ഒരു സാക്ഷ്യം കൂടിയുണ്ട്. എൻ്റെ വീട്ടിലേ രാത്രി കഴിഞ്ഞ ആൾക്കാർ പോണ പോലെ ഉമ്രത്തോടെ എലിഫറൻ്റ് എല്ലാം ഇവിടെ എലി തന്നെ നിറച്ച്, പാറ്റ, എലി, പല്ലി ഒക്കെയാണ്. ഞങ്ങൾക്ക് എലിക്കാട്ടൊക്കെ അടിച്ച് നീക്കിയിട്ട് വേണം എനിക്ക് രാവിലെ തന്നെ വരാൻ. അങ്ങനെ ഭയങ്കര വിഷമായി. ഞാനങ്ങനെ വിശ്വാസത്തോടുകൂടി ഉപ്പ് വിശ്വാസം ചൊല്ലി നല്ല ശക്തിയിൽ എറിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ 3 മാസത്തോളമായിട്ട് എലിയില്ല. അപ്പൊ ഞാൻ എന്നും പറയും, നമ്മുടെ വീട്ടിൽ എലി പോണ് കാണാനില്ലല്ലോ. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ദൈവ അനുഗ്രഹം. അതും കുറെ നാളായിട്ടുണ്ടോ? ഇല്ല, അത് പണ്ടേ തുടങ്ങി. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. എലി ശല്യം, ആൾക്കാർ പോണോ ഒരു എലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.